നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാനായ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ദിക്റുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഖിളിർ നബിയെ നമുക്ക് കാണാനും മുസാഫാത്ത് ചെയ്യാനൊക്കെ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റ്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടാൻ, നമുക്ക് കണ്ണേറ്, സിഹർ പോലത്തെ പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ, രോഗം ശിഫയാകാൻ, അള്ളാഹുവിൽ നിന്നുള്ള വലിയ കാവൽ ലഭിക്കാനൊക്കെ ഉതകുന്ന ഒരു നല്ല ദിക്റാണ്. ആ ദിക്റ് ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലും ആകാശത്തും പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു ബൈത്തുണ്ട്, ഹയ്യാനി ഫിൽ അർളി ഖദിറും വ ഇല്യാസു വഫിസ് സമാഇ കദാ ഈസാ വ ഇദ്രീസു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരാണ്, ഒന്ന് ഖിളിർ നബിയും മറ്റൊന്ന് ഇല്യാസ് നബിയും. ആകാശത്ത് ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരാണ്, ഒന്ന് ഈസാ നബിയും മറ്റൊന്ന് ഇദ്രീസ് നബിയും. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഖിളിർ നബിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖിളിർ നബിയെ കാണാൻ ഒരു പ്രത്യേക ദിക്റുണ്ട്. ആ ദിക്ർ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. മഹാനായ ഖിളിർ നബിയും ഇല്യാസ് നബിയും അറഫ ദിനത്തിന്റെ അന്ന് അറഫ മൈതാനത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടുമെന്നാണ്. അറഫ മൈതാനത്തെ പ്രാർത്ഥനയ്ക്ക്, അറഫ ദിനത്തിലെ പ്രാർത്ഥനയ്ക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടല്ലോ, വലിയ പുണ്യമുണ്ടല്ലോ. കാരണം എന്തേ? ആ അറഫയിൽ ഒരുപാട് ആളുകൾ സംഗമിക്കുന്നുണ്ട്. ഒരുപാട് മഹത്തുക്കൾ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സൂഫിയാക്കൾ, തങ്ങന്മാർ, സയ്യിദന്മാർ, ഒരുപാട് പ്രവാചകന്മാർ, അതുപോലെയുള്ള പുണ്യാത്മാക്കളൊക്കെ സംഗമിക്കുന്ന ഒരു മഹത്തരമായ ഭൂമികയാണ് അറഫ മൈതാനം എന്ന് പറയുന്നത്. ആ അറഫയിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ട്. കാരണം ഇവരൊക്കെ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അപ്പോ അറഫയിൽ പോകാനും അവിടെയൊക്കെ സംഗമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഖിളിർ നബിയും ഇല്യാസ് നബിയും അറഫയിൽ വെച്ചുകൊണ്ട് സംഗമിക്കും. അവർ സംഗമിക്കുമ്പോൾ പറയുന്ന ദിക്ർ ഇതാണെന്നൊക്കെ മഹത്തുക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന ദിക്ർ പതിവാക്കുന്നവർക്ക് മഹാനായ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നാണ്. ഒരുപാട് പേര് അങ്ങനെ കണ്ടവരുണ്ട്. അങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ ദിക്ർ ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, എല്ലാവരും അത് ശ്രദ്ധിക്കുമല്ലോ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ഇതാണ് ആ ദിക്ർ. അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ സംഭവിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലേ എല്ലാം സംഭവിക്കുകയുള്ളൂ. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല. മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നത്. മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ്, എല്ലാ ഖൈറും അള്ളാഹുവിന്റെ കരങ്ങളിൽ നിന്നാണ്. മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്, ഒരു പ്രയാസവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ തടയാൻ കഴിയുകയില്ല. ഇതാണ് ഈ ദിക്റിന്റെ അർത്ഥം. ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. വലിയ മഹത്വം, വലിയ പുണ്യം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനൊക്കെ ഉതകുന്ന നല്ല ദിക്റാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഫലീകരിക്കാനൊക്കെ ഈ ദിക്ർ പതിവാക്കുന്നവർക്ക് സാധ്യമാകും. ഈ ദിക്ർ ചൊല്ലിയാൽ ഹർഷിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു വിളിച്ചു പറയും, എന്നെ നിങ്ങൾ തൃപ്തിപ്പെടുത്തി എന്നൊക്കെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞാൻ നൽകാമെന്നൊക്കെ പറയുന്നതായിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവിടെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മോശം ചിന്തകൾ ഒഴിവാക്കാൻ ഈ ദിക്ർ ഉതകും. കണ്ണേറ്, സിഹർ പോലെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണമാണ് ഈ ദിക്ർ. കണ്ണേറൊക്കെ എല്ലാവർക്കും തട്ടും. എത്ര പണ്ഡിതനായാലും എത്ര ചെറിയവനായാലും വലിയവനായാലും ആർക്കും കണ്ണേറ് ഫലിക്കും, കണ്ണേറ് തട്ടും. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഐനു ഹഖും, കണ്ണേറ് സത്യമാണ്. ഒട്ടകത്തെ ചട്ടിയിലാക്കുന്ന മനുഷ്യനെ ഖബറിലാക്കുന്ന കണ്ണേറിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ണേറ് സിഹർ പോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്ന, നമുക്ക് വലിയ കാവൽ നൽകുന്ന ദിക്റാണ് ഈ ദിക്ർ പറയുന്നത്. ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി ലഭിക്കാൻ ഉതകുന്ന ദിക്റാണ്. അവരുടെ ജോലികളിൽ ബർക്കത്തുണ്ടാവാൻ, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവാനൊക്കെ ഈ ദിക്ർ ജോലി ചെയ്യുന്ന സമയത്തും മറ്റുമൊക്കെ ഇത് പതിവാക്കുക. വലിയ പുണ്യമുള്ള ദിക്റാണ്. അതുപോലെ തന്നെ അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ നമുക്ക് തന്നു. നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, ജോലി, ഇതൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളാണ്, നിഅമത്തുകളാണ്. ഈ നിഅമത്തുകളൊക്കെ എന്ത് ചെയ്യണം? സ്ഥിരപ്പെടണം. അത് വർധനവും ഉണ്ടാകണം. ഇതിനൊക്കെ ഉതകുന്ന ദിക്റാണ് ഈ ദിക്ർ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ള്, വലിയ സംരക്ഷണം ലഭിക്കാനൊക്കെ ഉതകുന്ന നല്ല ദിക്റാണ് ഈ ദിക്ർ. നമ്മൾ പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഈ ദിക്ർ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.